ഹലോ എവരിവൺ. ഇപ്പം നിങ്ങൾ ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ പരീക്ഷ നടത്തുമോ ഇല്ലയോ, എന്താണ് പുതിയ വിവരങ്ങൾ എന്നുള്ളത്. ഒത്തിരി മെസ്സേജുകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ CBI റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ന്യൂസ് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ന്യൂസിലൊക്കെ പറയുന്നത് പരീക്ഷ നടത്തുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിലവിൽ റദ്ദ് ചെയ്ത പരീക്ഷ നടത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പേ CSIR UGC നെറ്റിൻ്റെ സിറ്റി ഇൻറ്റിമേഷനും പരീക്ഷാ തീയതിയും നടക്കുന്ന സമയമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവസാനമായിട്ട് അവർ നടത്തിയ പ്രസ് റിലീസ്, അത് പങ്കെടുത്ത പേരുടെ എണ്ണം മാത്രമാണ് നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ NDAയുടെ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ്, ചില ചാനലിലൊക്കെ കാണുന്നുണ്ട് ഈ ഒരു കാര്യം NDA പിൻവലിച്ചു എന്നുള്ളത്. NDA പിൻവലിച്ചിട്ടില്ല. എക്സാമിനേഷൻ കലണ്ടർ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ജോയിൻ CSIR UGC നെറ്റ് എക്സാം 25 to 27 ജൂലൈ നടത്തും, CBT മോഡിൽ നടത്തും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതേ പബ്ലിക് നോട്ടീസിൽ തന്നെയാണ് നമ്മുടെ ഡേറ്റും വന്നിരിക്കുന്നത്, അതായത് ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ. അപ്പോൾ 25-ന് നടത്തേണ്ട പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ 25-ാം തീയതി എർത്ത് സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസിന്റെ പരീക്ഷയുണ്ട്. ഷിഫ്റ്റ് 1-ലും 2-ലും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 26-ാം തീയതി ലൈഫ് സയൻസ് ഉണ്ട്, ഷിഫ്റ്റ് 1-ലും 2-ലും ഉണ്ട്. 27-ാം തീയതി കെമിക്കൽ സയൻസ് ഉണ്ട്, ഷിഫ്റ്റ് 1-ൽ മാത്രമാണ്. അപ്പോൾ ഇതിന്റെ സിറ്റി ഇൻറ്റിമേഷൻ ലൈവ് ആണ്. നമുക്കിപ്പോൾ ജോയിൻ CSIR UGC നെറ്റ് എക്സാമിന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ NDA പബ്ലിക് നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്ന ഡേറ്റിൽ 2 പരീക്ഷയുടെയും ഡേറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, അതായത് ജോയിൻ CSIRന്റെ ഡേറ്റ് വന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ CSIR UGC നെറ്റ് എക്സാം സയൻസ് സബ്ജക്റ്റിനായിട്ട് നെറ്റ് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവരുടെ സിറ്റി ഇൻറ്റിമേഷൻ ഇപ്പോൾ ലൈവ് ആണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ CSIR UGC നെറ്റിന്റെ സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കും. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇത് അഡ്മിറ്റ് കാർഡല്ല എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ മാത്രമാണ്. അഡ്മിറ്റ് കാർഡ് പിന്നീട് വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 25-ാം തീയതി പരീക്ഷ, നമുക്കൊരു 22-ാം തീയതിയൊക്കെ അഡ്മിറ്റ് കാർഡ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ NDA പുറത്തിറക്കിയിരിക്കുന്ന പബ്ലിക് നോട്ടീസിലെ 2 പരീക്ഷയുടെയും ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത പരീക്ഷ നമ്മുടേതാണ്. അപ്പോൾ പരീക്ഷയിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ പരീക്ഷ നടത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ പരീക്ഷയായിട്ട് ഇതുപോലെ തന്നെ ജോയിൻ CSIR UGC നെറ്റ് എക്സാം മാറ്റിവെച്ചതാണ്, പരീക്ഷ നടത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോവുക. പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ നമ്മുടെ പരീക്ഷ നടത്തും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് മെസ്സേജുകൾ 1-2 ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, പഠനം നിങ്ങൾ നിർത്താതെ മുന്നോട്ടേ കൊണ്ടുപോവുക. അതിൽ യാതൊരു സംശയവും ആവശ്യമില്ല. നമ്മൾ പഠിക്കുക. ഈ പരീക്ഷ സെപ്റ്റംബർ 4 വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഡിസംബർ എക്സാമിലേക്കായിട്ടുള്ള അപേക്ഷ ക്ഷണിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പഠനം യാതൊരു രീതിയിലും നിങ്ങൾ നിർത്തേണ്ടതില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന NDA 28 ജൂൺ ഇറക്കിയിരിക്കുന്ന പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് തന്നിരിക്കുന്ന 2 പരീക്ഷകളുടെയും, ഒരു പരീക്ഷ കഴിഞ്ഞു, 2ാമത്തെ പരീക്ഷയുടെ ഡേറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് സിറ്റി ഇൻറ്റിമേഷൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CSIR നെറ്റിന്റെ സിറ്റി ഇൻറ്റിമേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു എക്സാം കലണ്ടറിൽ നമ്മുടെ പരീക്ഷ മാത്രമാണ് ബാലൻസ് ഉള്ളത്. അത് ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ റദ്ദാക്കിയ പരീക്ഷ എന്നുള്ളത് റദ്ദാക്കിയ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വരും. കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോവുക. നമുക്കിനിയും ഏകദേശം 40 ദിവസത്തോളം പരീക്ഷയിലേക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ 21-ാം തീയതി ഏത് പരീക്ഷ, സെപ്റ്റംബർ 4 വരെ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള വിശദമായ പരീക്ഷാ കലണ്ടർ വരേണ്ടതുണ്ട്. അതുടൻ തന്നെ NDAയുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പരീക്ഷയിൽ യാതൊരു മാറ്റങ്ങളൊന്നും തന്നെയില്ല. പലരും ഈ ഒരു
NDAയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവസാനമായിട്ട് അവർ നടത്തിയ പരീക്ഷയുടെ പ്രസ് റിലീസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വെറീഡ് ആവേണ്ടതില്ല. തന്നിരിക്കുന്ന 2 പരീക്ഷകളും നടന്നു കഴിഞ്ഞു. പിന്നെ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സാമിനേഷൻ കലണ്ടർ NDAയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ്. അത് യാതൊരു കാരണവശാലും എടുത്തു മാറ്റിയില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ 1ാമത്തെ പരീക്ഷയും 2ാമത്തെ പരീക്ഷയും നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ പരീക്ഷയാണ് ബാലൻസ് ഉള്ളത്. ഇതിങ്ങനെ എടുത്തു പറയുന്നത്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, പരീക്ഷയുടെ കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ടതില്ല. പരീക്ഷ നടത്തും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോയിൻ CSIR UGC നെറ്റിന്റെ സിറ്റി ഇന്റിമേഷൻ നമുക്കിപ്പോൾ ലഭിക്കും. നിങ്ങൾക്കത് ജോയിൻ CSIR UGC നെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പരീക്ഷയുടെ ഡേറ്റ്, CSIR എക്സാമിനേഷന്റെ ഡേറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതും നിങ്ങൾ പരിശോധിക്കുക. 25/7, 26/7, 27/7, ജൂലൈ 25 മുതൽ ജൂലൈ 27 വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ജൂലൈ 16-ാം തീയതിയാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് NDA പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത്. അപ്പോൾ പരീക്ഷയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷ നടത്തും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക. ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യവും നമ്മൾക്കിനി സംശയം വരേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വരാനുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കലണ്ടറും പിന്നെ നമുക്ക് സിറ്റി ഇന്റിമേഷനും അഡ്മിറ്റ് കാർഡൊക്കെയാണ്. അതൊക്കെ അതത് സമയത്ത് വരും. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. യാതൊരു രീതിയിലും പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. റിവിഷൻ മസ്റ്റ് ആണ്. റിവിഷനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി ഇപ്പം ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഷുവർ ഷോട്ട് ഏരിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്കിത് കൃത്യമായിട്ട് തന്നെ മുന്നോട്ടേ കൊണ്ടുപോകണം, വളരെ എഫക്റ്റീവായി മുന്നോട്ടേ കൊണ്ടുപോകണം. അപ്പോൾ ഷുവർ ഷോട്ട് ഏരിയ നോട്ടുകൾ മാത്രമായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് ഭാഗം തൊട്ടാണ് അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ ICT ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഉണ്ട്. ഇങ്ങനെ 6 തിയറി യൂണിറ്റുകൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതിന്റെ ഷുവർ ഷോട്ട് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ICTന്റെ കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ICTയിൽ നിന്നും ഒരു ഡിഫറെന്റ് ലെവലിലായിട്ടുള്ള, അതായത് നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ICTയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈസി ആയിട്ടുള്ള ഏരിയ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ICTയിൽ നമ്മൾ കണ്ടുവരുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഈ 2 യൂണിറ്റിന്റെയും ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഈ 2 ഏരിയ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ഓരോ റീഡിംഗ് കോംപ്രിഹെൻഷൻ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ തിയറി യൂണിറ്റുകളോടൊപ്പം തന്നെ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യാം. ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് പോയിന്റുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് ഡിസംബർ എക്സാമിനേഷനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൊമേഴ്സ്, മാനേജ്മെന്റ്, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, മലയാളം, അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമാണ് നമ്മുടെ കോഴ്സിന് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സുകളൊക്കെ കണ്ടു ഓക്കെയാണ്, നമുക്ക് എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഡേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. നമ്മൾ തന്നിരിക്കുന്ന 2 പരീക്ഷകളും നടന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് നടക്കാനുള്ളത് നമ്മുടെ 3ാമത്തെ പരീക്ഷ UGC നെറ്റ് ആണ്. ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതാണ്. ഈ ഒരു കാര്യം ഇനി നിങ്ങൾ ചോദിക്കേണ്ടതില്ല. നമ്മുടെ പരീക്ഷ ഇനി വരാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കലണ്ടറാണ്, അത് വരും. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.